സജ്ജനങ്ങളെ സല്യൂട്ട്. ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ ഉണ്ടായ ചില സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് പറഞ്ഞത്. ഇടയ്ക്കൂടെ വേറൊരു എപ്പിസോഡ് കൂടെ ഞാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ളതാണ് ഇത്. വളരെയധികം കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിച്ചതിലൊരു വലിയ ചാരിതാർത്ഥ്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. വേൾഡ് ബാങ്ക് 1000 കോടി രൂപ അടുപ്പിച്ച് ധനസഹായം റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി തന്നിരുന്ന കാര്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അത് 2014 ആ പൈസ അലോട്ട് ചെയ്തത്. 2015 അവർ ഞങ്ങളുടെ പ്രവൃത്തിയെല്ലാം വിലയിരുത്തിയ ശേഷം ഇനിയും കുറച്ച് പൈസയും കൂടെ തരാം എന്ന് പറഞ്ഞ് അവർ കുറേ കാശും കൂടെ തന്നു. അത് കാണിക്കുന്നത് വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ആ ഫണ്ട് വിനിയോഗം ചെയ്തു എന്നതാണ്. സർക്കാരിനും വളരെയധികം നല്ലതായിരുന്നു അത്. റോഡ് സുരക്ഷയ്ക്ക് വേണ്ടിയോ റോഡ് പണിക്ക് വേണ്ടിയോ ഒന്നും വേറെ ഫണ്ടുകൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. PWDക്ക് വേണ്ടിയിട്ടും റോഡിൻ്റെ പല വർക്കുകൾക്ക് വേണ്ടിയിട്ടും ഈ ഫണ്ടാണ് വിനിയോഗിച്ചത്. പോലീസ് വകുപ്പിന്, ആരോഗ്യ വകുപ്പിന്, പുതിയ ആംബുലൻസുകൾ വാങ്ങാനായിട്ട്, റോഡുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നാഷണൽ ഹൈവേയുടെയും സ്റ്റേറ്റ് ഹൈവേയുടെയും വശത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളൊക്കെ കുറച്ചുകൂടെ വികസിപ്പിച്ച് അവിടെ കാഷ്വാലിറ്റികൾ ഉണ്ടാക്കുകയും ആക്സിഡൻ്റായി ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സഹായം എങ്ങനെ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ച് അതിനൊരു നടപടി എടുക്കുകയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന്, PWDക്ക് അങ്ങനെ പല വകുപ്പുകൾക്കായിട്ട് ഈ ഫണ്ട് വീതിച്ചു കൊടുത്ത് മോട്ടോർ വാഹന വകുപ്പിനും കുറച്ച് ഫണ്ട് കിട്ടിയിരുന്നു. അങ്ങനെ പല പരിപാടികൾ നടത്തിയിരുന്നതിൻ്റെ ഒരു ചാരിതാർത്ഥ്യത്തോടൊപ്പം 2015 ഈ ഫണ്ട് തരുന്നതിന് മുമ്പായിട്ട് വേൾഡ് ബാങ്കിലെ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു, ഒരു ഹാക്കത്തോൺ എന്ന് പറയുന്ന പരിപാടി നമുക്ക് സംഘടിപ്പിച്ചാൽ നല്ലതായിരിക്കും. അതൊരു വലിയ അവബോധം യുവാക്കളുടെ ഇടയിൽ സൃഷ്ടിക്കാനാകും. 2015 കാര്യമാണ് ഞാനീ പറയുന്നത്. കേരളത്തിൽ ഇതുപോലെ ഹാക്കത്തോൺ എന്ന് പറഞ്ഞൊരു കാര്യമേ നടന്നിട്ടില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. യുവാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു കോളേജിൽ വെച്ചിട്ട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, IT സ്റ്റുഡൻസ്, ടെക്നോ പാർക്കിലെ ആൾക്കാരൊക്കെ ചേർന്നിട്ട് പുതിയ റോഡ് സുരക്ഷയുടെ ഐഡിയാസ് ചർച്ച ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു 2 ദിവസത്തെ എക്സിബിഷൻ പോലുള്ളൊരു മീറ്റിങ്ങും അതിനകത്ത് വെച്ച് ഒരു സമ്മാനം നമുക്ക് കൊടുക്കാം. 1 ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനമായിട്ട് പ്രഖ്യാപിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ആശയത്തിൽ ഞങ്ങൾ അവസാനം വളരെ നല്ലതായിട്ട് തോന്നി. ഇങ്ങനൊരു ഹാക്കത്തോൺ എന്ന് പറയുന്നത് കേരളത്തിൽ നടത്തിയിട്ടില്ല എന്ന്. പക്ഷേ വേൾഡ് ബാങ്കിനും ഞങ്ങൾക്കുമൊക്കെ സൗകര്യമുള്ള ദിവസം നിർഭാഗ്യവശാൽ ട്രാൻസ്പോർട്ട് മന്ത്രി വിദേശത്ത് പോയിരിക്കുകയായിരുന്നു. ഏതൊരു ഗൾഫ് രാജ്യത്തെ ഏതൊരു പരിപാടിക്ക് വേണ്ടി അദ്ദേഹം പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഞങ്ങൾ ആഭ്യന്തര മന്ത്രിയെ പോയി ക്ഷണിച്ചു. ഹാക്കത്തോൺ ഞങ്ങൾ നടത്തിയത് ടെക്നോ പാർക്കിൽ വെച്ചിട്ടായിരുന്നു. അവിടെയുള്ള കോൺഫറൻസ് ഹാളിൽ ബുക്ക് ചെയ്ത് പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ സംബന്ധിച്ചു. അതോടൊപ്പം വേൾഡ് ബാങ്കിൻ്റെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും IT ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള കോളേജുകളിലും വിവരം കൊടുക്കുകയും റോഡ് സുരക്ഷയ്ക്കായി പുതിയ ആശയങ്ങൾ തരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു ടീം ഓഫ് കുട്ടികൾക്ക് 1 ലക്ഷം രൂപ ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കും, 2ാം സമ്മാനം കിട്ടുന്നവർക്ക് 50,000 രൂപ കൊടുക്കും, പ്രോത്സാഹന സമ്മാനങ്ങൾ നിരവധി എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ വലിയ ബ്രോഷേഴ്സൊക്കെ അച്ചടിച്ച് എല്ലായിടത്തും വിതരണം ചെയ്യുകയും കത്തുകൾ മുഖാന്തരം എല്ലാവരെയും അറിയിക്കുകയും ചെയ്തിരുന്നു. പത്രത്തിലൂടെയും നല്ല വാർത്ത കൊടുത്തു. ആഭ്യന്തരമന്ത്രിയെയാണ് ഞങ്ങൾ പോയി ക്ഷണിച്ചത്. ആദ്യമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് പറഞ്ഞു. ഹാക്കത്തോണോ, അതെന്താണ്, കേട്ടിട്ടേ ഇല്ലല്ലോ, ഹാക്കിംഗ് എന്നൊക്കെ പറയുന്നത് ഇല്ലീഗലല്ലേ, അങ്ങനെ ഒരു സാധനം നടത്തിയാൽ അതിനകത്തൊരു പ്രശ്നം ഉണ്ടാവില്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വിശദീകരിച്ചു, അങ്ങനെയൊന്നും അല്ല സർ, ഇത് IT മുഖാന്തിരമുള്ള ഒരു ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസ് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ആശയങ്ങൾ കുട്ടികളുടെ കയ്യിൽ നിന്നും കിട്ടാൻ വേണ്ടി യുവാക്കളെ ഇതിനുള്ള അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും പത്രമാധ്യമങ്ങളിലൂടെ ഒരു നല്ല പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഹാക്കത്തോൺ എന്നുള്ള പേരിട്ടിരിക്കുന്നത്. അത് സാധാരണ നടക്കുന്നതാണ് എല്ലായിടത്തും. അപ്പോൾ സാറ് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ശരി വരാമെന്ന് സമ്മതിച്ചു. സമാപന സമ്മേളനത്തിന് അന്നത്തെ DGPയെയും IT വിദഗ്ധന്മാരെയും ഒക്കെ ഞങ്ങൾ സംഘടിപ്പിച്ച് അങ്ങനെ നല്ല രീതിയിൽ 2 ദിവസത്തെ ഒരു കോൺഫറൻസ് അറേഞ്ച് ചെയ്തു. ഉദ്ഘാടനത്തിന് സമയമായപ്പോഴേക്കും അതുവരെ വരാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആഭ്യന്തരമന്ത്രി പെട്ടെന്ന് എന്തോ അസുഖമാണ്, പനിയാണ്, അതുകൊണ്ട് വരുന്നില്ല എന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഉദ്ഘാടനത്തിൻ്റെ സമയവും കഴിഞ്ഞു, ഒരു അരമണിക്കൂറും കഴിഞ്ഞു. അതുവരെ ഇങ്ങനെ കുറേ ചർച്ചകളും ഡിസ്കഷനും കുറേ ഷോസും ഫിലിം ഷോസും ഒക്കെ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് 1000-ലധികം കുട്ടികൾ അവിടെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്ത ടീംസ് തന്നെ ഏകദേശം 50 കൂടുതൽ ആൾക്കാർ പേര് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ അത് നല്ല സക്സസ്ഫുള്ളായിട്ട് നടക്കുന്ന ഒരു സംഭവം എന്നിരിക്കെ പെട്ടെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്, അദ്ദേഹത്തിന് പനിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരിട്ട് പോയി അദ്ദേഹത്തെ ക്ഷണിച്ചതാണ്. അപ്പോൾ എന്നിട്ടും പനിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിന്ന് എനിക്ക് വലിയ വിഷമമായിപ്പോയി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് എന്നാലും
വേറെ ആരെങ്കിലും നോക്കിയാലോ, നമുക്ക് ഗവർണറിനെ വിളിക്കാൻ നോക്കിയാലോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ സമയം അതിക്രമിച്ച് പോയതുകൊണ്ട് ആരും വരില്ല. അപ്പോൾ ഇത്രയും വലിയ രീതിയിൽ ലോകത്തിലുള്ള പല ആൾക്കാരും പല സംഘടനകളും റോഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പല ആൾക്കാർ വന്നിട്ടും പെട്ടെന്ന് ആഭ്യന്തരമന്ത്രി വരാതായത് പിന്നീട് എനിക്ക് മനസ്സിലായി അസുഖം കൊണ്ടല്ല. അദ്ദേഹം പിന്നെ വേറൊരു പരിപാടിയിൽ അന്ന് 2-3 പരിപാടികളിൽ പങ്കെടുത്തു, ഇതിനു മുമ്പും ഇതിന് ശേഷവും. അപ്പോൾ അസുഖം കാരണമല്ല അദ്ദേഹം വരാത്തത്. ഹാക്കിംഗ് എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് ഹാക്കത്തോൺ എന്ന് പറയുന്ന കാര്യത്തിൽ പങ്കെടുക്കരുത്, അത് സൈബർ ഒഫൻസ് നടക്കുന്ന കാര്യമാണ് എന്നൊക്കെ അദ്ദേഹത്തെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹം മാറി നിന്നതെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇക്കാലത്ത് ഹാക്കത്തോൺ വളരെ വ്യാപകമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. കമ്പ്യൂട്ടർ ഹാക്കിംഗ് എന്ന് നമ്മൾ ആദ്യം പറയുമ്പോൾ നമ്മുടെ ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ സ്ഥലത്തെ വെബ്സൈറ്റിനകത്ത് കയറി വിവരങ്ങൾ ചോർത്തുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിലും ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എത്തിക്കലായിട്ടുള്ള ഹാക്കിംഗ് എന്ന് പറഞ്ഞും ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും. സർക്കാർ തന്നെ ഇപ്പോൾ IT ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, സൈബർ ഡോമുകളിൽ, നമ്മുടെ ഫോറൻസിക് ലാബുകളിലും ഒക്കെ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഹാക്കിംഗ് തന്നെയാണ്. വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ചെന്ന് മറ്റുള്ളവരുടെ കമ്പ്യൂട്ടറിനകത്ത് നുഴഞ്ഞു കയറി ചെന്ന് പരിശോധിച്ച് IP അഡ്രസ്സും ബാക്കി ഡീറ്റെയിൽസും എടുത്ത് നോക്കിയിട്ട് അവരെന്തൊക്കെ ഇമെയിലുകൾ അയച്ചു, ഏതൊക്കെ ഒഫൻസുകൾ നടത്തി, ആരൊക്കെയായിട്ട് കോൺടാക്റ്റ് ചെയ്തു എന്നൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് എന്ന് പറയുന്നത് പോലെ എപ്പോഴും നമ്മുടെ IT ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ്, ഫോൺ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എപ്പോഴും ഒബ്സർവേഷനിലാണ്, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഹാക്കിംഗ് എന്ന് പറയുന്നത് നിത്യേന നടക്കുന്ന കാര്യമാണ്, സർക്കാർ തന്നെ നേരിട്ട് ചെയ്യുന്നതാണ്. അമേരിക്കയിലൊക്കെ അതിനായിട്ടുള്ളൊരു വിങ് തന്നെയുണ്ട് ഹാക്കിങ്ങിന് വേണ്ടിയിട്ട്. ഈ ഇൻറ്റേർണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു ഹാക്കിംഗ് വിങ് ഉണ്ട്, വിദഗ്ധരുണ്ട്. സ്നോഡൻ്റെ കാര്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള ഒരു പരിപാടിക്ക് നമ്മൾ ഹാക്കത്തോൺ എന്ന് വിളിക്കാനുള്ള കാരണം IT റിലേറ്റഡ് ആയിട്ടുള്ള പോംവഴികൾ എന്താണ് നമുക്ക് റോഡ് സേഫ്റ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നതിനെ ഊന്നിയായിരുന്നു ഈ ചർച്ചകളും 2 ദിവസത്തെ പരിപാടിയും നടന്നിരുന്നത്. ഒരുപാട് ചർച്ചകൾ, ടോക്സ്, ഡിസ്കഷൻസ് ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കുട്ടികൾ ഇതെല്ലാം കൂടെ പ്രസൻറ്റ് ചെയ്ത ഒരു ലാസ്റ്റ് ഡേ എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് വലിയ സന്തോഷം ഉണ്ടാക്കിയ കാര്യമായിരുന്നു. ഇതിൽ 1ാം സമ്മാനം കിട്ടിയ കുട്ടിയുടെ ഒരാളാണ് ചെയ്തത്. 1 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് പോയ മിടുക്കൻ വളരെ നല്ല ഒരു ആശയമാണ് മുന്നോട്ട് വെച്ചത്. ഇൻ്റലിജൻറ്റ് ഹെൽമെറ്റ് എന്ന് പറഞ്ഞ ഒരു ആശയമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഈ ഹെൽമെറ്റിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു ചിപ്പ് ഘടിപ്പിച്ചുകൊണ്ട് ആ ചിപ്പ് നമ്മുടെ 2 വീലറുമായിട്ട് ബന്ധപ്പെടുത്തി അവിടെയും കൂടെ ഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഡ്രൈവിംഗ് ഹാബിറ്റ്സ് മുഴുവനും ഈ ഹെൽമെറ്റ് നമ്മളെ മനസ്സിലാക്കിച്ചു തരും. ഹെൽമെറ്റ് ധരിക്കുകയും അതിൻ്റെ ചിൻ സ്ട്രാപ്പ് ഘടിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ചിപ്പ് ആക്ടിവേറ്റഡ് ആവുകയുള്ളൂ, ഇവിടെയും ബൈക്കിലും. അപ്പോൾ അത് കഴിഞ്ഞാൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ബൈക്ക് പോലും. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന അതേ സമയം മുഴുവൻ നമ്മുടെ സ്പീഡ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ആപ്പിൽ, മൊബൈൽ ആപ്പിനകത്താണെങ്കിലോ കമ്പ്യൂട്ടർ ആപ്പിലാണെങ്കിലോ നമ്മുടെ സ്പീഡ് റെക്കോർഡ് ചെയ്യും. നമ്മൾ എത്ര പ്രാവശ്യം ഓവർടേക്ക് ചെയ്തു, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഓവർടേക്ക് എത്രയാണ്, ഇല്ലെജിറ്റിമേറ്റ് ഓവർടേക്കിംഗ് എത്രയാണ്, ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ എത്രമാത്രം ഉണ്ട്, നമ്മൾ എത്ര നല്ല ഡ്രൈവറാണ് എന്നുള്ള സകല കാര്യങ്ങളും ഈ ചിപ്പ് റെക്കോർഡ് ചെയ്ത് വയ്ക്കും. ഇതിൻ്റെ ഒരു ലിങ്ക് നമുക്ക് ഏതെങ്കിലും ഒരു എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിക്കും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യുവാക്കളുടെ ഡ്രൈവിംഗ് ഹാബിറ്റ്സ്, 2 വീലർ റൈഡിംഗ് ഹാബിറ്റ്സ് മുഴുവനും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു IT സൊല്യൂഷനാണ് ഈ കുട്ടി പറഞ്ഞിരുന്നത്. അപ്പോൾ ഹെൽമെറ്റ്, സ്മാർട്ട് ഹെൽമെറ്റ് എന്ന് പറഞ്ഞ ഒരു ഹെൽമെറ്റ് വിഭാവന ചെയ്ത് അത് വെച്ച് ഫിറ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് കാണിച്ച് മറ്റു പലരും അത് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്ത് അതിനാണ് ഫസ്റ്റ് സമ്മാനം കിട്ടിയത്. 2ാമത്തെ സമ്മാനം കൊടുത്തത് ഓട്ടോമാറ്റിക് സിഗ്നൽ സിസ്റ്റം എന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു. കാർഡ്ബോർഡിൽ റോഡ് പോലെ ഉണ്ടാക്കി അതിനകത്ത് എല്ലാ ലൈറ്റുകളും എല്ലാ കാര്യങ്ങളും ഘടിപ്പിച്ച ശേഷം വാഹനങ്ങൾ പോകുന്ന മുറയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽസ് മാറും. എത്ര വാഹനം കൂടുതലാണ് ഈ വശത്തൂടെ പോകാനുള്ളതനുസരിച്ച് അതിൻ്റെ രീതി അനുസരിച്ച് സിഗ്നൽ മാറും. അത് പോയി കഴിഞ്ഞാൽ ഈ വശത്തു നിന്നുള്ള സിഗ്നൽ മാറും. അപ്പോൾ വാഹന ഗതാഗതം അനുസരിച്ച് ട്രാഫിക് സിഗ്നൽ മാറുന്ന ഒരു ഓട്ടോമേറ്റഡ് സിഗ്നലിംഗ് സംവിധാനമാണ് 2ാമത്തെ സമ്മാനം കിട്ടിയത്. ഇതേ സ്ഥലത്ത് തന്നെ ഈ ഓട്ടോമാറ്റിക് ലൈറ്റിങ്ങും ഉണ്ടായിട്ടുണ്ട്. അതായത് ഇരുട്ട് വീഴുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റുകൾ വരുന്നതും, അങ്ങനെ ഇരുട്ട പ്രദേശങ്ങളിൽ ട്രാഫിക്ക് വരുമ്പോൾ ട്രാഫിക് ഇല്ലാത്ത സമയം വീട്ടിൽ കിടക്കും, പക്ഷേ ട്രാഫിക്ക് വണ്ടി വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രീറ്റ് ലൈറ്റ്സ് വരുന്ന സോളാർ ലൈറ്റ് ഫിറ്റ് ചെയ്ത് അങ്ങനെയുള്ളൊരു സിസ്റ്റം കൂടെ ചേർത്ത ഒരു ബൃഹത്തായ ഒരു സേഫ് ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ സിഗ്നലിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് നടത്തിയതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചതിനാണ് 2ാം സമ്മാനം കിട്ടിയത്. പ്രോത്സാഹന സമ്മാനങ്ങളായിട്ട് കുറേ കിട്ടിയതിൽ എനിക്ക് ഏറ്റവും ആകർഷണീയമായി തോന്നിയത് ഒരു ഡ്രോൺ കൊണ്ട് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക്
എന്തെങ്കിലും എക്യുപ്മെൻറ്റ് നിക്ഷേപിക്കാൻ സാധിക്കുക. അതായത് ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ് സൈറ്റ് വരുമ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് വേഗം അവിടേക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ് കൊടുക്കാനായിട്ടോ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്ന ആൾക്കാർക്ക് മരുന്നുകൾ എത്തിക്കാനോ ഏതെങ്കിലും ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിന് ട്രാഫിക് ജാം ഉണ്ടായാൽ എവിടെയാണ് ട്രാഫിക് ജാം നടക്കുന്നത്, എന്താണ് അതിൻ്റെ കാരണം, എങ്ങനെ അത് റെക്ടിഫൈ ചെയ്യാനാകും എന്നുള്ളതിൻ്റെ ഒരു മോണിറ്ററിങ്ങിന് വേണ്ടി ഡ്രോൺ പോയി നോക്കി അതിൻ്റെ സിഗ്നൽ നമുക്ക് കൺട്രോൾ റൂമിൽ അയച്ചു തരികയോ ഡ്രോൺസ് മോണിറ്റർ ചെയ്തുകൊണ്ടുള്ള ഒരു സേഫ് ട്രാഫിക് സിസ്റ്റമാണ് വേറൊരു കുട്ടി അത് കാണിച്ചത്. പക്ഷേ അതിനകത്ത് ആ ഡെമോൺസ്ട്രേഷൻ്റെ സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ടെക്നോ പാർക്കിൻ്റെ ഓപ്പൺ ഗ്രൗണ്ടിൽ വെച്ച് ചെയ്യുകയും അവിടെ വൈഫൈയോ കമ്പ്യൂട്ടറോ എന്തോ ശരിക്ക് വർക്ക് ചെയ്യാത്തത് കൊണ്ട് ആ ഡ്രോൺ ശരിക്ക് പോകാത്തത് കൊണ്ടുമൊക്കെയാണ് അതിന് കൺസൊലേഷൻ പ്രൈസിൽ ഒതുങ്ങിയത്. അല്ലായിരുന്നെങ്കിൽ അതിന് തന്നെ നല്ല സമ്മാനം കിട്ടേണ്ടതായിരുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യങ്ങൾ പിന്നീട് പ്രാവർത്തികമാക്കി. ഇലക്ട്രോണിക് സിഗ്നലിംഗ് എന്ന് പറയുന്നത് കെൽട്രോൺ പല സ്ഥലങ്ങളിലും ടൈമർ വെച്ചിട്ട് ട്രാഫിക് കൂടുതൽ എവിടെയാണ് അതനുസരിച്ച് സിഗ്നൽ മാറുന്ന രീതിയിൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് 2-3 സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ജംഗ്ഷനിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയതായിട്ട് എനിക്കറിയാം. ഇതിന് ശേഷമായിരുന്നു ഹാക്കത്തോണെ കുറിച്ചുള്ള വാർത്ത വലിയ പ്രാധാന്യം കിട്ടാതെ പോയത് മുഖ്യമന്ത്രിക്കോ അതുപോലെ മിനിസ്റ്റേഴ്സിനോ ഒന്നും ഉദ്ഘാടനത്തിന് വരാൻ സാധിക്കാത്തത് കൊണ്ടാണ്. പത്രങ്ങളിലൂടെ ചെറിയ വാർത്തകളായിട്ട് വന്നിരുന്നു. പക്ഷേ വേൾഡ് ബാങ്കിന് വേണ്ടിയിരുന്നത് ഒരു വലിയ പബ്ലിസിറ്റി ആയിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വലിയ പബ്ലിസിറ്റി പത്രക്കാർ കൊടുക്കാൻ വിസമ്മതിച്ചു. കാരണം ഒന്നുകിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാർ ചെന്ന് ഇനോഗ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു വലിയ പടവും വാർത്തയുമായിട്ട് കൊടുക്കാറുള്ളൂ. പത്രക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു ഇതെന്താണ്, ശരിയാണോ എന്നുള്ളത്. അതുകൊണ്ട് വലിയ പബ്ലിസിറ്റി ഇല്ലാതെ പോയെങ്കിലും വേൾഡ് ബാങ്കിന് വലിയൊരു അപ്രീസിയേഷൻ ആയിരുന്നു ഞങ്ങൾ നന്നായിട്ട് നടത്തി എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് അടുത്ത വർഷവും അവർ ഇതേ പൈസ നമുക്ക് അലോട്ട് ചെയ്ത് തരികയായിരുന്നു ചെയ്തത്. 2013 ആക്സിഡൻറ്റ് റേറ്റുകളും റോഡ് അപകടത്തിൽ മരിക്കുന്ന ആളുകളുടെ എണ്ണവും കുറച്ച് ചെറുതായിട്ട് കുറഞ്ഞു. മരിച്ചവരുടെ എണ്ണം 22-23 കുറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ശ്രീ ഋഷിരാജ് സിംഗിന് മനോരമ ചാനലിൻ്റെ മാൻ ഓഫ് ദ ഇയർ അവാർഡൊക്കെ കിട്ടിയത്. അപ്പോൾ അതേ സിസ്റ്റം തുടർന്നുകൊണ്ട് നമ്മൾ തേർഡ് ഐ എന്ന് പറയുന്ന മൂന്നാം കണ്ണ് കുറച്ചും കൂടെ വ്യാപകമാക്കി അതിനുവേണ്ടി ആപ്പ് ഉണ്ടാക്കി നമ്പർ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്ത് വളരെയധികം അതിന് പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് പല FM ചാനലുകളിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, നിങ്ങൾ ഈ നമ്പറിലേക്ക് ഏതെങ്കിലും ട്രാഫിക് വയലേഷൻ കണ്ടാൽ വിളിക്കുക, എന്തെങ്കിലും തരത്തിലുള്ള ട്രാഫിക് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ചോദിക്കാം. നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഓവർ സ്പീഡ് പോകുന്നത്, അല്ലെങ്കിൽ ഓവർ ലോഡ് കയറ്റി പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ള രീതിയിൽ വാഹനം പോകുന്നത്, ആൾക്കാരുടെ വിവരം അനുസരിച്ച് നമുക്ക് ഞെട്ടിപ്പിക്കുന്ന കുറേ അധികം കേസുകൾ പിടിക്കാൻ പറ്റി. നമ്മളെപ്പോഴും പലപ്പോഴും ആംബുലൻസുകൾ നല്ല സ്പീഡിൽ ലൈറ്റ് വിട്ട് പോകുമ്പോൾ എല്ലാവരും വഴിമാറി കൊടുക്കും, ആൾക്കാരുണ്ടല്ലോ അതിനകത്ത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ 2-3 പ്രാവശ്യം ആംബുലൻസിലൂടെ ചാരായം കടത്തുന്നത്, അതായത് സ്പിരിറ്റ് കടത്തുന്നതും കഞ്ചാവ് കടത്തുന്നതും നമ്മൾ കണ്ടുപിടിച്ചു. പേഷ്യൻ്റ് ഇല്ല. അപ്പം നമുക്ക് കാണാം, ആൾക്കാർക്ക് കാണാം, പേഷ്യൻ്റ് ഇല്ലാതെ തന്നെ കുറച്ച് നേരത്തേക്ക് ലൈറ്റും സൈറണും ഇല്ലാതെ വരും. പക്ഷേ ഒരുപാട് ട്രാഫിക് ഉള്ളിടത്ത് പെട്ടെന്ന് അവർ ലൈറ്റും സൈറണും ഇട്ടുകൊണ്ട് സ്പീഡിൽ പോകും. ജനങ്ങൾ നമ്മളോട് വിവരം അറിയിക്കുമ്പോൾ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഇതുപോലെ കഞ്ചാവോ അല്ലെങ്കിൽ സ്പിരിറ്റോ ഒക്കെ കടത്തിക്കൊണ്ട് പോകുന്ന ഫോറിൻ ലിക്കറൊക്കെ കടത്തിക്കൊണ്ട് പോകുന്ന കേസുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആംബുലൻസിൽ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആംബുലൻസ് പറയുന്ന ഒരു എക്സ്ക്യൂസാണ് അത്, ഞങ്ങൾ പേഷ്യൻറ്റിനെ കൊണ്ട് ആശുപത്രി പോകുന്നതല്ല, അതുകൊണ്ടാണ് പേഷ്യൻ്റ് ഇല്ലാത്തത്. പക്ഷേ പേഷ്യൻറ്റിനെ വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ പേഷ്യൻ്റ് അത്യാസന്ന നിലയിൽ കിടക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം അവിടെ എത്താനുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വെപ്രാളം പിടിച്ച് പോകുന്നത്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ആംബുലൻസ് ചെക്ക് ചെയ്യാനോ പരിശോധിക്കാനോ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഞങ്ങളെ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സിനെ വിളിച്ച് പറയുന്നത്. പോലീസ് ബോർഡ് വെച്ചുകൊണ്ടും ആർമിയുടെ ബോർഡ് വെച്ചുകൊണ്ടും ഇങ്ങനെ സ്റ്റാർ വെച്ചുകൊണ്ടും സർക്കാർ ബോർഡ് വെച്ചുകൊണ്ടും ഒക്കെ യാത്ര ചെയ്യുന്ന പല വാഹനങ്ങൾ ഞങ്ങൾ സ്മാർട്ട് റേസ് എന്നുള്ള ആപ്പ് വഴി നോക്കിയപ്പോൾ അത് സർക്കാരിൻ്റെ അല്ല, പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ തടഞ്ഞു പിടിച്ച് നോക്കുമ്പോൾ മയക്കുമരുന്ന്, ഫോറിൻ ലിക്കറും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ പോകുന്ന ആംബുലൻസുകൾക്കൊക്കെ വഴിമാറി കൊടുക്കുമ്പോൾ നമ്മൾ ഈ കഞ്ചാവ് കടത്തും മദ്യക്കടത്തുമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അത് സൂക്ഷിച്ച്, അതിപ്പോഴും ആ മൂന്നാം കണ്ണെന്നുള്ള ആപ്പ് ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതുപോലെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോലീസിനെ ഇവരെ അറിയിക്കണം. ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടി ഞങ്ങൾ ഈ ട്രാഫിക് അവയർനെസ്സിന് വേണ്ടി കേസുകൾ പിടിക്കാൻ തുടങ്ങിയപ്പോൾ വേറൊരു രസകരമായ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്, ശത്രുതാ മനോഭാവമുള്ള ഒരുപാട് പേര് അവരുടെ ശത്രുക്കളെ കൊടുക്കാൻ വേണ്ടിയിട്ടും കള്ള പരാതികൾ വിളിച്ച് പറയും. എൻ്റെ അടുത്ത വീട്ടിലുള്ള ഒരു വണ്ടി മോഷണ വണ്ടിയാണ് എന്ന് വിളിച്ച് പറയും. നമ്മൾ ചെന്ന് അടുത്ത വീട്ടിലെ ആൾക്കാരുടെ വീട്ടിൽ ചെന്ന് വണ്ടി പരിശോധിച്ച് നോക്കുമ്പോഴൊക്കെയാണ് അത് മോഷണം മുതലല്ല എന്നറിയുന്നത്. അപ്പോൾ ഇങ്ങനെ അനോണിമസ് ആയിട്ട് ചിലപ്പോൾ ചില കോളുകൾ വരുന്നത് ഇതുപോലെ ശത്രുതാ മനോഭാവമുള്ള ശത്രുക്കളെ ഉപദ്രവിക്കാനുള്ള, എനിക്കിഷ്ടമില്ലാത്ത ആൾക്കാരെയൊക്കെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ അല്ലെങ്കിൽ
മോട്ടോർ വാഹന വകുപ്പിനെ കൊണ്ട് പിടിപ്പിക്കാനായിട്ടുള്ള ഒരു ഉപാധിയായി കണ്ടുകൊണ്ട് ചിലപ്പോൾ പരാതി പറയുന്ന ആൾക്കാരുടെ എണ്ണവും വല്ലാതെ കൂടിയിരുന്നു. പക്ഷേ ഒരുപാട് ചെക്കിങ് നടത്തുകയും കുറേ അധികം കേസുകൾ പിടിക്കുകയും അതുപോലെ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്നുള്ള ജോയിൻറ്റ് ചെക്കിങ് നടത്തിയിരുന്നു. കമ്പൈൻഡ് ആയിട്ടുള്ള ചെക്കിങ് നടത്തി വളരെയധികം കേസുകൾ പിടിക്കുകയും ചെയ്തു. അങ്ങനെ 2014 സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1116 ആക്സിഡൻറ്റുകൾ കുറവ് റിപ്പോർട്ട് ചെയ്ത ഒരേ ഒരു വർഷം അതാണ്. അതിന് മുമ്പും അതിൻ്റെ പിന്നെയും സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2014 ആ ഒരു വർഷം മാത്രമാണ് അത്രയധികം കുറഞ്ഞിരുന്നത്. അതുകൂടാതെ 291 പേര് കുറവാണ് കഴിഞ്ഞ വർഷത്തെക്കാളും മരിച്ചത്. ഇത് 2013 29 പേരോ 23 പേരോ എങ്ങാണ്ട് കുറവ് മരിച്ചു എന്നതിൻ്റെ പേരിൽ വലിയ ഒരു ആഘോഷം നടന്നപ്പോൾ കൊട്ടിഘോഷിച്ചത് വലിയ കാര്യമായിട്ട് അതെല്ലാവരും പറഞ്ഞു നടന്നു. എൻ്റെ കീഴിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം ഓഫീസേഴ്സും കൂടെ ചേർന്ന് പ്രയത്നിച്ച് അത് 291 പേര് കുറവ് മരിച്ചപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല. 14 ഇത്രയും കുറവ് വന്നത് ഒരുപാട് എഫേർട്ട് എടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു വലിയ ആക്ടിവിറ്റിക്ക് ഒരുപാട് പ്രോത്സാഹനം കിട്ടേണ്ടിടത്ത് എല്ലാവരും അതങ്ങ് നെഗ്ലക്റ്റ് ചെയ്യുക ചെയ്തത്, അവഗണിച്ചു. ഞങ്ങൾ ചെയ്ത ഇത്രയും നല്ല കാര്യം ആരും അംഗീകരിച്ച് തന്നില്ല. പത്രങ്ങളൊന്നും ഒരു വാർത്ത പോലും കൊടുത്തില്ല. ഇത് ഞാൻ ഒരു 4-5 പ്രാവശ്യം നിരന്തരമായിട്ട് പത്രക്കാരെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു സിസ്റ്റം ഒരു ഇമെയിൽ വഴി എന്നുമുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റുകൾ കാണുമല്ലോ, ഏതെങ്കിലും കാര്യത്തെപ്പറ്റി എന്തെങ്കിലുമൊക്കെ എപ്പോഴും ജനങ്ങളോട് ധരിപ്പിക്കാൻ കാണും. അപ്പോൾ അതെല്ലാം ഇമെയിലായിട്ട് ഞാൻ എല്ലാ പത്ര ഓഫീസുകളിലും അയച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇമെയിലായിട്ട് ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ ആക്സിഡൻറ്റ് റേറ്റ് കുറഞ്ഞു, മരണ റേറ്റ് കുറഞ്ഞു, ഇത്രയും ജീവനുകൾ ഞങ്ങൾക്ക് രക്ഷിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടും ഒരു പത്രം പോലും അതിനൊരു കവറേജും കൊടുത്തില്ല. അപ്പോൾ ഇതിൽ വളരെയധികം വിഷമം തോന്നി. ഞാനൊരു ബ്ലോഗ് ആദ്യമായിട്ട് ഞാനൊരു ബ്ലോഗ് സൈറ്റ് തുടങ്ങുന്നത് അപ്പോഴാണ്. SREELEKHA IPS@blogspot.com എന്നുള്ളൊരു ബ്ലോഗ് സൈറ്റ് ഞാൻ തുടങ്ങി. അതിനകത്ത് ഞാൻ ഇതേക്കുറിച്ച് എഴുതി. മറ്റ് പല കഥകളും എൻ്റെ കുറേ ആർട്ടിക്കിൾസും വനിതയിൽ വന്ന ആർട്ടിക്കിൾസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസും എല്ലാം ഞാൻ അതിലൂടെ പബ്ലിഷ് ചെയ്തു. അതോടൊപ്പം ഈ ആക്സിഡൻറ്റ് റേറ്റ് കുറയ്ക്കാൻ സാധിച്ച കാര്യവും ഞാൻ എഴുതി. ഓൺലൈനിലൂടെ കുറച്ച് കൺഗ്രാജുലേഷൻസ് ഒക്കെ കിട്ടി. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇത് കേരളത്തിലുള്ളവരല്ല വിദേശത്തുള്ളവരും മറ്റു പല ആൾക്കാർ ഷെയർ ചെയ്ത് ഒരുപാട് പേരത് വായിക്കാനിടയായി. ഈ ആക്സിഡൻറ്റ് കുറഞ്ഞു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട്, ഇത്രയും മരണം കുറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം ആണ് എന്ന് തോന്നുന്നു എനിക്ക് ഷീവനിങ് ഫെലോഷിപ്പ് UK കിട്ടിയത്. ലണ്ടൻ കേന്ദ്രീകരിച്ച് എല്ലാ വർഷവും ഒരു ഗവൺമെൻറ്റിൻ്റെ UK സർക്കാരിൻ്റെ ഷീവനിങ് ഫെലോഷിപ്പുകൾ അവർ സ്പോൺസർ ചെയ്യാറുണ്ട്. 3 മാസത്തെ ഫെലോഷിപ്പിനെ പറയുന്നത് ചീവനിങ് ഗുരുകുൽ ഫെലോഷിപ്പ് എന്നാണ്. ഗുരുകുൽ ഫെലോഷിപ്പ് എന്നൊരു സാധനം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല, പൊതുവെ ആർക്കും അറിയില്ല. ഒരു ദിവസം ഞാൻ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു RTO, റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസർ, വളരെ മിടുക്കനായിട്ടുള്ള ഒരു ആളാണ്. നന്നായിട്ട് കാർട്ടൂൺസ് വരയ്ക്കും. ഗോകുൽ എന്നാണ് പേര്, എൻ്റെ മോൻ്റെ പേര് തന്നെയാണ്. അപ്പോൾ ഗോകുൽ ഒരു ദിവസം ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, മാഡം ഞാൻ ചീവനിങ് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്, മാഡം എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എന്താണ് ഈ ചീവനിങ് ഫെലോഷിപ്പ് എന്ന് ചോദിച്ചപ്പോൾ അതിങ്ങനെ യുവാക്കളെ UK കൊണ്ടുപോയി ചെയ്യുന്നതാണ്. എന്തെങ്കിലും നമ്മുടെ ജോലി കൂടാതെ വേറെ എന്തെങ്കിലും ഒരു പാഷൻ കൂടെ നമുക്ക് വേണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ തിരഞ്ഞെടുത്ത് അയക്കും. നല്ലതാണ്, കിട്ടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും മാഡം ഒന്ന് റെക്കമെൻഡ് ചെയ്ത് വിട്ടാൽ എനിക്കൊരു ചാൻസ് ഉണ്ട് എന്ന് ഗോകുൽ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഫെലോഷിപ്പിനെ കുറിച്ച് അറിയുന്നതും അതേക്കുറിച്ച് വായിക്കുന്നതും. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ വീട്ടിലൊരു ട്രാജഡി നടന്നു. എൻ്റെ ഹസ്ബൻഡിന് അച്ഛനും അമ്മയും വളരെ ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെട്ടതാണ്, അവർ മരിച്ചു പോയതാണ്. അപ്പോൾ ഹസ്ബൻഡും ഒരു അനിയത്തിയും മാത്രമേ ഉള്ളൂ. 2 വയസ്സിളയ ഒരു സിസ്റ്ററാണ്. അപ്പോൾ 2015 പെട്ടെന്ന് അനിയത്തി ഒരു കാർഡിയാക് പ്രോബ്ലം വന്ന് മരിച്ചുപോയി. 50 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ പ്രായം. ഡോക്ടറാണ്, പക്ഷേ പെട്ടെന്നൊരു കാർഡിയാക് പ്രോബ്ലം വന്ന് മരിച്ചു പോയത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. ഹസ്ബൻഡിന് കുറച്ചൊരു പ്രയാസമുള്ള ഒരു സമയത്തിലൂടെ ഞാനും വളരെയധികം മാനസിക സമ്മർദ്ദത്തിലൂടെ പോവുകയായിരുന്നു. അപ്പോൾ ഒരു മാറ്റം വേണം എന്ന് എനിക്കിങ്ങനെ തോന്നിക്കൊണ്ടേയിരുന്നു മനസ്സിൽ. എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, ഇങ്ങോട്ടെങ്കിലും പോകണം, കുറച്ച് സമയത്തേക്ക് എനിക്ക് എല്ലാം മറന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ഫെലോഷിപ്പിനെ കുറിച്ച് അറിഞ്ഞത്. 52 വയസ്സിൽ ആരെയും എടുക്കില്ല എന്നുള്ളത് പൊതുവേ ഉറപ്പായിരുന്നു. 10 വർഷത്തെ സേവനത്തിന് ശേഷമുള്ള ആൾക്കാരെയാണ് എടുക്കുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ വളരെ സീനിയറാണ്, എന്നെപ്പോലെയുള്ള ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ഗുരുകുൽ ഫെലോഷിപ്പ് കിട്ടാനൊന്നും പോകുന്നില്ല. കാരണം ഒരുപാട് നാൾ സർവീസിൽ തുടരുന്ന ഒരു വ്യക്തിക്കായിരിക്കണം അത് കിട്ടിയിട്ട് കാര്യമുള്ളൂ. കാരണം അവിടുന്ന് പഠിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കണമല്ലോ തിരിച്ച് വന്ന ശേഷം. എന്തായാലും അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വെറുതെ അപ്ലൈ ചെയ്തു.
നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പബ്ലിസിറ്റി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പേരെന്തായാലും ആൾക്കാർ പറയുമല്ലോ. ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നവർ പറയും, മറ്റുള്ളവർ പറയും, ആ ശ്രീലേഖ ഇത്രയും നന്നായിട്ട് ചെയ്തു, കണ്ടോ ഇത്രയും വലിയ കാര്യം ചെയ്തത് കൊണ്ടാണ് ആർക്കും കിട്ടാത്തതുപോലെ ചീവനിങ് ഫെലോഷിപ്പിന് സെലക്ഷൻ കിട്ടി, ലണ്ടനിൽ പോകാൻ പോണു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ വാർത്തകൾ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ പലതരത്തിലുള്ള മാനസികമായ പീഡനങ്ങൾ എനിക്കെതിരെ മറ്റൊരു സോഴ്സിൽ നിന്ന് ഉണ്ടാകാൻ തുടങ്ങി. അത് പത്രങ്ങളിലൂടെ കൊട്ടിഘോഷിച്ച് വലിയ ആഘോഷമാക്കിക്കൊണ്ട് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് ആ 2-3 കഥകൾ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് അടുത്ത എപ്പിസോഡിൽ പറയാം. സസ്നേഹം, ശ്രീലേഖ.